കുട്ടികളെ ഒരു ട്രാൻസാക്ഷൻ്റെ മാതിരിയാണ് പലരും. ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പോലും പഠിപ്പിക്കൽ അങ്ങനെയാണ്. കുട്ടികളെ നന്നായി ചെറുപ്പത്തിൽ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കില്ല. അതെന്താണ്? ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്നേഹിക്കണം എന്തിനാ? വലുതാകുമ്പോൾ അങ്ങോട്ട് കിട്ടാനാണ്. അപ്പോൾ ആ കുട്ടി കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുന്നത് എന്തിനായിരിക്കും? തിരിച്ച് സ്നേഹിക്കൽ എന്തിനായിരിക്കും? വലുതായിട്ട് വല്ലതും കിട്ടുമോ? വലുതായാലും വയസ്സായി, ഇനിയൊന്നും കിട്ടാനില്ലല്ലോ ബാക്കി. നമുക്ക് ആ രൂപത്തിലുള്ള ട്രെയിനിങ്, ആ രൂപത്തിലുള്ള വർത്തമാനമേ ശരിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം. ഇഷ്ടം സ്നേഹമായി മാറുമ്പോൾ എന്താണ്? കുട്ടി എന്താണോ ആകുന്നത് അതാകുന്നത് കാരണം നമുക്ക് ആഗ്രഹമാവും. ഇഷ്ടമാകുമ്പോഴോ നമ്മളെ തലച്ചോറിലൊരു ചിത്രം ഉണ്ടാവും, ഡോക്ടർ ആയേ പറ്റൂ. ഇപ്പോഴും നമ്മൾ അവിടെ കേട്ടോ, വേറൊരു വലിയ വിഷയമാണ്. നമ്മളെ ആളുകളെ പറഞ്ഞല്ല, ശരിക്കും തലച്ചോറ് മാറ്റിയേക്കണം അതിനല്ലോ. അതിൻ്റെ കാലം കഴിഞ്ഞാണ് മനുഷ്യന്മാരെ. നിങ്ങളിപ്പോഴും എൻട്രൻസും പറഞ്ഞ് ഓടി നടക്കുകയാണ്. അത്രയും ആ രൂപത്തിൽ എക്സെപ്ഷണലായിട്ടുള്ള കുട്ടികൾ പോവാന്നല്ലാതെ ദുനിയാവിൽ ഒരുപാട് ലോകമുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിലെല്ലാം വലിയ സാധ്യതകളുണ്ട്. ഡോക്ടർമാരല്ലെന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്സിങ് സ്പീഷീസ് ആവുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം AI വരികയാണ്. AI എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിൽ എൻ്റെ BP അറിയും, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയും. ഇനി നാളെ ഉണ്ടാവാൻ പോണത് ഈ വാച്ചിനെ പോലെ എൻ്റെ ശരീരത്തിലുള്ള ഗാഡ്ജറ്റിൽ എൻ്റെ ശരീരത്തിലെ എൻ്റെ ഹാർട്ട് മിടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് സെൻട്രൽ സെർവറിലേക്ക് അയക്കുകയും ആ സെർവർ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ലോകത്തെ ഏറ്റവും പ്രഗത്ഭമായ ഒരു AI ഡോക്ടറെ അടുത്ത് എത്തിക്കുകയും എൻ്റെ രോഗം അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻ എന്താണോ അത് തീരുമാനിക്കുകയും അത് നേരെ എൻ്റെ ശരീരത്തിൽ തന്നെ ഘടിപ്പിക്കപ്പെട്ട ഒരു മെഷീനിലൂടെ എൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോണത്. എന്തിനായി ഡോക്ടർ? ഇപ്പം തന്നെ സർജറി ഡോക്ടർമാർ വളരെ ചുരുക്കമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ മാത്രം ഓടരുത് എന്നുള്ള നിലക്കാണ്, അല്ലാതെ അതൊരു മോശം പണി എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ അതല്ലാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ അത് പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വിഷയം പറയാനല്ല. നമ്മൾ തലച്ചോറിൽ ഡോക്ടറാക്കണം എന്നങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓൻ എന്താണോ ഇഷ്ടപ്പെടുന്നത്, അവൻ്റെ തലച്ചോറ് എന്താണോ, അവൻ്റെ ഇച്ഛ എന്താണോ, അവൻ്റെ തലച്ചോറ് എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണെന്നോ ഇതൊന്നും നമുക്ക് ശ്രദ്ധയില്ല. നമ്മൾ അവനെ ഡോക്ടറാക്കി ആടണം. എൻട്രൻസിന് പറഞ്ഞയച്ചിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ നാട് നമ്മുടെ കേരളം. എൻട്രൻസിന് പറഞ്ഞയച്ചിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ നാട്. എന്താണെന്ന് വെച്ചാൽ എൻട്രൻസ് നല്ല A+ എല്ലാം കിട്ടിയാൽ ഒടങ്ങാറായി. ഓൻ എൻട്രൻസ് അല്ലാത്ത വേറൊരു ഓപ്ഷനും ഇല്ല. അത് A+ കിട്ടിയാൽ എൻട്രൻസിന് ഓൻ പറഞ്ഞു, എനിക്ക് എൻട്രൻസ് അല്ല, എനിക്കതല്ല പഠിക്കേണ്ടത്, എനിക്കതിൽ താല്പര്യമില്ല. എൻ്റെ താല്പര്യം ഹിസ്റ്ററി പഠിക്കാനാണ്. ഹിസ്റ്ററിയോ? 3rd ഗ്രൂപ്പോ? അയ്യോ, എനിക്ക് ഹിസ്റ്ററി താല്പര്യം. എന്നാൽ എൻട്രൻസ് പാസ്സായിട്ട് മതി. അങ്ങനെ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തു. പാസ്സാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് തോറ്റു. കാരണം അവനക്ക് താല്പര്യമില്ല, വീണ്ടും തോറ്റു. തീട്ടപ്പം പാപ്പ പറഞ്ഞു, ഈ പാസ്സാവണം, ഞങ്ങൾ പാസ്സാവണത് വരെ എഴുതിക്കും. മനോരോഗിയായി അവസാനം ആസ്പത്രിയുടെ മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്തു. നമ്മൾ കേരളത്തിൽ വാർത്ത വായിച്ചതാണ്. ഞാൻ പറയുന്നത്, സ്നേഹമാകണമെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണം. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാൽ നമ്മളെ തലച്ചോറ് നമ്മൾ വിചാരിച്ച മാതിരിയല്ല, ഒരുപാട് ബുദ്ധികളുണ്ട്. ആ ബുദ്ധികൾ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയല്ല എൻ്റേത്, ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയല്ല ഇദ്ദേഹത്തിൻ്റേത്. ഓരോരുത്തരുടെയും ബുദ്ധികളെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് പുതിയ കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ തലച്ചോറിൽ നമ്മൾ കാണുന്ന ഒരു അച്ചിൽ നമ്മൾ കുട്ടികളെ വാർക്കുന്നതിന് പകരം കുട്ടി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിനനുസരിച്ച് അവന് ആവശ്യമായ സാഹചര്യങ്ങൾ നൽകുന്നതിൻ്റെ പേരാണ് റഹ്മത്ത്. അത് പറയാനാണ് ഞാനത് പറഞ്ഞു തന്നത്. അതിനാണ് റഹ്മത്ത് എന്ന് പറയുക. മറ്റേതെന്താണ്? അതിന് സ്വാർത്ഥത എന്ന് പറയുക. എനിക്കൊരു പൂതിയുണ്ട്, എനിക്കറിയപ്പെടണമെന്നുണ്ട്, എൻ്റെ മോന് ഡോക്ടറാണെന്ന് അറിയപ്പെടണം, എൻ്റെ ഡോക്ടർ MD-കാരൻ്റെ വാപ്പയാണ് ഞാനെന്ന് അറിയപ്പെടണം. അപ്പം എനിക്കിങ്ങനെ ഒരു ഭയങ്കര സ്റ്റാറ്റസാണ് അതിന്. എൻ്റെ മോൻ്റെ എല്ലാ തരത്തിലുമുള്ള ക്രിയേറ്റിവിറ്റിയും ഞാൻ തകർക്കുന്നു.
അല്ല, അവന് ഡോക്ടറാകാനാണ് താല്പര്യമെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ കുട്ടികളെ തിരിച്ചറിയണം, കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിയണം, കുട്ടികളുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിയണം. ആ ഇഷ്ടങ്ങൾ ഉണ്ടാകുന്നത് കഴിവുകളിൽ നിന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ച പാരൻറ്റിങ്ങിൻ്റെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? മോഡലിംഗ്, കമ്പാഷൻ നോട്ട് കമ്പാരിസൺ. 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സിങ്ക്രണൈസ് ലവ് വിത്ത് ലിമിറ്റ്സ് എന്നാണ്. സിങ്ക്രണൈസ് ചെയ്യുക ലവും ലിമിറ്റ്സും. 4 കാര്യങ്ങളാണ് ഞാനൊന്ന് പറയണുള്ളൂ. പിന്നെ ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. സമയം നിങ്ങളിങ്ങനെ നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാണ്ട്. അപ്പോൾ പിന്നെ സിങ്ക്രണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലവ് നമുക്കിങ്ങനെ കൂടുമ്പോൾ ലിമിറ്റ്സ് നമുക്കങ്ങനെ ഇല്ലാതെ, ലിമിറ്റ്സ് നമ്മൾക്കങ്ങനെ കൂടുമ്പോൾ കുട്ടിക്ക് നമുക്ക് ലവ് ഇല്ലാന്ന് തോന്നുന്നു. ഇതിനെ രണ്ടിനെയും സിങ്ക്രണൈസ് ചെയ്യുക. ഈ സീസോ കണ്ടിട്ടില്ലേ, ആ സീസോയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റണം. ലവ് നമ്മൾ നന്നായി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ലിമിറ്റ്സ് ക്ലിയറാക്കി വെക്കാൻ പറ്റണം. നമ്മളതിന് പറയും ഷെപ്പേർഡ് പാരൻറ്റിങ്. പ്രത്യേകിച്ച് അഡോളസൻസിൽ ഷെപ്പേർഡ് പാരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ട, പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ. ഷെപ്പേർഡ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ, ഷെപ്പേർഡ് എന്താ? ആട്ടിടയൻ ആടുകളെ കൊണ്ടുപോകും കാട്ടിൽ മേയ്ക്കാൻ വേണ്ടി. ദിവസങ്ങളോളം ആട്ടിടയൻ കൂടെ ഉണ്ടാവും. ആടുകൾ രാത്രിയാകുമ്പോൾ ആടുകൾക്കും ഉറങ്ങണം, ആട്ടിടയനും ഉറങ്ങണം. ആടുകൾ എന്താക്കും? ഒരു ഗുഹൻ്റെ ഉള്ളിലാക്കും. എന്നിട്ട് ആട്ടിടയൻ ക്രോസിൽ അവിടെ കിടക്കും.